നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഏപ്രിൽ 7 വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായാണ് ഇറാനും അമേരിക്കയും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഇറാനിൽ US ബോംബ് വർഷം നടത്തിയതായാണ് വെടിയിൽ വന്ന വിവരം. വ്യോമാക്രമണത്തിനിടെ US ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടതായി ഇറാൻ ആരോപിച്ചു. തിരിച്ചടിയായി ഹോർമുസ് കടലിടുക്കിൽ 3 അമേരിക്കൻ പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിട്ടുമുണ്ട്. ഇതിനുള്ള തിരിച്ചടി നൽകിയതായി യുഎസും അറിയിച്ചിട്ടുണ്ട്. ഇറാനിയൻ ടാങ്കറിനെ US പടക്കപ്പലുകൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ഈ 3 കപ്പലുകളെയും ഇറാൻ ആക്രമിച്ചത്. മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്. ഇതോടെ US പടക്കപ്പലുകൾ പിൻവാങ്ങുകയായിരുന്നു. US കപ്പലുകളെ ആക്രമിച്ച ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും US ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം നശിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. കൂടുതൽ പ്രകോപനങ്ങൾക്കെതിരെ ട്രംപ് ടെഹ്റാന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതേസമയം മേഖലയിൽ സംഘർഷം രൂക്ഷമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് US ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ, ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ ഇവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ, ദീർഘകാല കരാറിനായി 30 ദിവസത്തെ ചർച്ചകൾ എന്നിവ ഉൾപ്പെടുന്ന 3 ഘട്ട പ്രക്രിയയാണ് സമാധാന നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഹോർമുസ് ഉപരോധം US കർശനമാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതി ഇപ്പോൾ പാടെ മുടങ്ങിയ അവസ്ഥയിലാണ്. ഇതിൽ ഇറാൻ അസ്വസ്ഥമാണ്. അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനും ആഗ്രഹിക്കുന്നത്. കോടിക്കണക്കിന് ഡോളറുകളുടെ വരുമാന നഷ്ടമാണ് ഉപരോധം കാരണം ഇറാൻ നേരിടുന്നത്. ലോകത്തിലെ എണ്ണ LPG വിതരണത്തിന്റെ 1/5 ഭാഗവും ഇതേ ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. അതീവ പ്രാധാന്യമർഹിക്കുന്ന ജലപാതയാണ് ഉപരോധിക്കപ്പെടുന്നതെന്നാണ് ലോക രാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം.